എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തദ്ദേശഭരണ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മേഖല എന്നറിയോ? നമ്മൾ വികസനം എന്നൊക്കെ പറയുമെങ്കിലും വികസനം ഏത് ഭാഗത്തേക്ക് ഊന്നൽ കൊടുക്കണം എന്നറിയോ? അതിന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു പട്ടണത്തിലെ ഏറ്റവും സാധാരണക്കാരന് കൂടി ഉൾക്കൊള്ളാവുന്ന ഒരു വികസനം, ആ വികസനമാണ് ഏറ്റവും മികച്ച വികസനം. ഇത് നമ്മുടെ ആദരണീയനായിട്ടുള്ള മുൻ ചെയർമാൻ ഷിബു ആലപ്പൻ, അദ്ദേഹം ചെയർമാനായി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞൊരു സംഭവമാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. ഒരു വികസനം നമ്മൾ നടപ്പിലാക്കുമ്പോൾ ആ വികസനത്തിൽ നമ്മൾ അവിടുത്തെ ദരിദ്രരായിട്ടുള്ള സാധാരണക്കാരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന വികസനമാണ് ഏറ്റവും മികച്ച വികസനം. അതുകൊണ്ട് പ്രാഥമികമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം തദ്ദേശഭരണ സംവിധാനങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സംഭവം എന്താണെന്നറിയോ? നല്ല മനോഹരമായിട്ട് പെയിന്റ് അടിച്ച് കിടക്കുന്ന ഒരു ആംബുലൻസ്. എന്നാൽ ആംബുലൻസിന്റെ ഒരു സമൂഹത്തിൽ ആംബുലൻസിന്റെ ആവശ്യകത എന്താണ്? ആംബുലൻസിന് വലിയ ആവശ്യകതയാണ്. പ്രത്യേകിച്ച് ഒരു പട്ടണത്തിൽ, ചാലക്കുടി പട്ടണത്തിൽ നഗരസഭയുടെ ഒരു ആംബുലൻസ് ആണിത്. തദ്ദേശഭരണ സംവിധാനങ്ങൾക്കൊക്കെ തന്നെ ആംബുലൻസ് ഉണ്ടാവും. എന്തിനാണ് ഈ ആംബുലൻസ്? വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ഹോസ്പിറ്റൽ ആവശ്യം അല്ലെങ്കിൽ മറ്റ് മരണാവശ്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് ആംബുലൻസ് സർവീസ്. ചാലക്കുടി നഗരസഭയുടെ ആംബുലൻസ് സർവീസ് ഇങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് കുറിയും തൊട്ട് അടിപൊളിയായിട്ട് ഇതാ നിങ്ങൾ നഗരസഭാ കവാടത്തിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഇടതുവശത്തായിട്ട് പാർക്കിങ്ങിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കിടപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിലധികമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്താണ് ഇത് അനങ്ങാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഇതിന് ടെസ്റ്റ് നടത്തണം. നമ്മൾ പറയാറില്ലേ, ആന ചലിക്കണമെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, പശു പാല് തരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ മാതിരി ഈ ആംബുലൻസ് നിരത്തിൽ ഇറങ്ങണമെങ്കിൽ അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. എന്ത് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉള്ളത് അത് ടെസ്റ്റിന് കൊടുക്കേണ്ട സമയങ്ങളിൽ ടെസ്റ്റിന് കൊടുത്ത് അതിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. ടെസ്റ്റിന് എനിക്ക് തോന്നുന്നു ഒരു 4000 ചില്ലറ രൂപയ്ക്ക് വേണ്ടി വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, GPS സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമാണ്. അത് സംഗതികളൊന്നും ഈ ഇമ്മടെ കുളിച്ച് കുട്ടപ്പനായിട്ട് കിടക്കുന്ന നഗരസഭയുടെ ആംബുലൻസിന് ഇപ്പം ഇല്ല. സംഗതി ടെസ്റ്റിന് എടുക്കണം. പെയിന്റിങ് കഴിഞ്ഞ് എല്ലാം ചെയ്ത് കിടക്കേണ്ടതാണ്. പിന്നെ എന്താ ഈ സാധനം എടുക്കണതിന് എന്തിന്റെ ബുദ്ധിമുട്ട്? ഇത് എടുക്കണമെങ്കിൽ നഗരസഭ പണം അനുവദിക്കണം. പണം അനുവദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ശരിയാവും. എന്താണ് ഇതിന് അമാന്തിക്കൽ? ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഇതാണ് ഈ ചാലക്കുടി നഗരസഭയിലെ കുഴപ്പം. അതായത് നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടെ ഓരോരുത്തർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കസേര മനുഷ്യന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കസേര മനുഷ്യത്തി എന്ന് തോന്നുന്നു. ചില തപാലമ്മമാർ, വാക്ക് ശ്രദ്ധിച്ചിട്ടില്ല, ചില തപാലമ്മമാർ, അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. അവർ കസേര മനുഷ്യത്തി ആവാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു അവർ ഭരണത്തിൽ കയറി, ഞാൻ പറഞ്ഞില്ല, ആദ്യം പറയുന്നത് ഈ പട്ടണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഇടപെടാൻ വേണ്ടി അവർക്ക് ഒരു താല്പര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഇന്നോവ വണ്ടിയിൽ കയറി വരാ, അതിനുശേഷം അതാ വരുന്നു, അവർ ഓഫീസിലേക്ക് കയറുന്നു. പിന്നെ അതിനുശേഷം അവർക്ക് അവരുടേതായിട്ടുള്ള ചില ജോലികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തപാൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലർക്കും നല്ല പേരുകൾ ഇട്ടിട്ടുണ്ട്. ഇത് ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ പലർക്കും കുരുപൊട്ടിക്ക് ഒരു പ്രശ്നമില്ല. ഒരു നഗരസഭയുടെ കോമ്പൗണ്ടിൽ ഒരു ആംബുലൻസ് പെയിന്റ് അടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അറിയോ? ഇങ്ങനെ ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നേ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. മുൻ നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പന്റെ കാലഘട്ടത്തിൽ ഒരാൾ ആംബുലൻസിനുള്ള പണം കൈമാറി. ആദരണീയനായിട്ടുള്ള ശ്രീദേവി കൗൺസിലർ പണം അവരുടെ ഭർത്താവിന്റെ പേരിൽ ആംബുലൻസ് മേടിക്കാൻ വേണ്ടി, ഏത് താലൂക്ക് ഹോസ്പിറ്റലിന് വേണ്ടി, ആ സാധനം അങ്ങനെ തന്നെ പൈസ കൊടുത്തിട്ട് അങ്ങനെ തന്നെ ഇരുന്നു. ഇത് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന്. ഈ നഗരസഭയുടെ പല വണ്ടികളുണ്ട്. നിങ്ങൾ ആ വണ്ടികളെ പറ്റി അന്വേഷിച്ച് നോക്കുക, അതിന്റെയൊക്കെ സ്ഥിതി എന്താ സംഭവം എന്നുള്ളത്. അപ്പോ എങ്ങനെ കെട്ടുകാര്യസ്ഥതയിലേക്ക് നയിക്കാം എന്നുള്ളതിന്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചാലക്കുടി നഗരസഭയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആലിസ് ഷിബു. അവരിനി 50 വർഷമല്ല, അവർ ശതാബ്ദി ചിലപ്പോൾ ആഘോഷിക്കും. ഏത് ഞങ്ങൾ കൗൺസിലറായിട്ട് ശതാബ്ദി ഞങ്ങൾ ആഘോഷിച്ചു. പക്ഷേ ചാലക്കുടിക്ക് എന്ത് പ്രയോജനം? ഞാനിത് പറയും, ഇവരുടെ മൂക്കിന് താഴെയാണ് ഈ പറയുന്ന ആംബുലൻസ് കിടക്കാൻ വേണ്ടി ഒരു മാസത്തിലധികമായി. ഇവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ? അതിന് പൈസ അനുവദിച്ചു കൊടുത്താൽ, അതിന് ടെസ്റ്റിന് പോകാനായിട്ടുള്ള പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ചെയ്തുകൂടാ? ഇവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഈ ആലിസ് ഷിബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനത്തുനിന്ന് പൊട്ടി വന്ന ഒരാളല്ല. ആലിസ് ഷിബു എല്ലാവിധ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് താഴെ തട്ടിൽ നിന്ന് കയറി വന്ന ഒരു ഭരണാധികാരിയാണ്. അവരിപ്പോ വലിയ ആളാന്നുള്ള ഒരു വിചാരം ഉണ്ടല്ലോ, അവരുടെ ഭാവം ഉണ്ടല്ലോ, ആ ഭാവം തന്നെ അവർക്ക് വിനയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരാണ് എന്തോ സംതിങ് പരാതികളും വിമർശനങ്ങളും പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. എല്ലാവരും പൂട്ട് കൂടുന്നവരെ ആരും ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട. ഞാൻ എന്നെ കിട്ടുന്നു വിചാരിക്കണ്ട. ഈ ആംബുലൻസിന്റെ കാര്യം തന്നെ അവരുടെ മുന്നിൽ കിടക്കാൻ വേണ്ടി എത്ര നാളെന്ന് അറിയോ? അവർ ഈ സാധനം വരെ ഇടപെടേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുഹാമുഖം സൃഷ്ടിച്ച് നമ്മുടെ ഭരണാധികാരികൾ വെച്ചേക്കുന്നത് അവരുടെ തിരക്ക് ഇപ്പൊ അവസാനിപ്പിക്കുന്ന പറഞ്ഞാണ്. എന്തെല്ലാം സംഭവം ഈ ചാലക്കുടി പട്ടണത്തിൽ എന്താണ് നടക്കുന്നത്? എന്തെങ്കിലും സംഭവം ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ ഉദ്ഘാടനം, ഇവരുടെ അധ്യക്ഷ പ്രസംഗം, മറ്റേ അധ്യക്ഷ പ്രസംഗം, ഇപ്പുറത്തെ അധ്യക്ഷ പ്രസംഗം, ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു പൗരന് അവകാശപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ ആ സംഭവത്തിലേക്ക് ഇടപെടാനായിട്ട് തരണം. ഇനി ഞാൻ വേറൊരു ആൾക്കാരും കൂടി ഞാനിതിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട്, ചാലക്കുടി നഗരസഭയിലെ പ്രതിപക്ഷം. ഞാൻ എന്റെ സുഹൃത്താണ്, ഞാൻ ജില്ലാധിനോട് പറയണം, ഇങ്ങനത്തെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. എന്തേ കൊണ്ടുവരാൻ പറ്റാത്ത? ഇത് ഈ ആംബുലൻസ് നിന്റെ മുന്നിൽ കണ്ടില്ലേ സഖാവ് ജില്ലാന്റണി? എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്തത്? വിഷയങ്ങൾ പഠിച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങളും മറ്റൊരു തപാലപ്പനായി മാറും. എന്തായിരുന്നാലും കസേര മനുഷ്യന് ശേഷം ഒരു തപാലമ്മ ഇവിടെ വന്നിരിക്കുകയാണ്. പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റു ചെയ്യാനായിട്ട് കൂടുതൽ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് പല കുറികളും പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് പലർക്കും.
ഞാൻ പറഞ്ഞാൽ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അങ്ങനെ വല്ല കോടിപതിയോ മറ്റു കാര്യങ്ങളാവാം. ഇവിടെ ഈ സാധാരണക്കാരായ ആളുകളുണ്ട്, അവർക്ക് ഉപയോഗിക്കേണ്ട ഈ ആംബുലൻസ് പോലുള്ള സംവിധാനങ്ങളിൽ ഇടപെടൽ നടത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ശ്രീമതി ആലീസ് ഷിബു നിങ്ങളൊരു വൻ പരാജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വൻ ദുരന്ത പരാജയമായിട്ട് മാറരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. നന്ദി, നമസ്കാരം. ആംബുലൻസിന്റെ കാര്യം ഉണർത്തേണ്ടവർ ഉണർത്തിക്കാനായിട്ട് ഇടപെട്ടില്ലെങ്കിൽ അത് അവിടെ ഇപ്പൊ പെയിന്റ് അടിച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് കിടക്കുന്ന ആ സാധനം തുരുമ്പ് പിടിച്ച് കിടക്കും. കാരണം ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനത് കൊണ്ട് പറയാറ്, അതുകൊണ്ട് പറഞ്ഞത്. നന്ദി, നമസ്കാരം.